നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം MP ശശി തരൂരിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടുണ്ടായ അവസരത്തിൽ തിരിഞ്ഞു നോക്കാതെ അതിനെക്കുറിച്ച് യാതൊരക്ഷരവും പറയാതെ ഒളിച്ചു നടന്ന ഒരു MP. അവിടെ ഡൽഹിയിൽ മഴ പെയ്തു കഴിഞ്ഞ് തൻ്റെ വീടിന് ചുറ്റിനും വെള്ളം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, പാർലമെൻറ്റിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിച്ച് പത്രത്തിൽ ഇടിയിച്ചു. അപ്പോൾ സ്വന്തം കാര്യങ്ങളിൽ എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യും. തിരുവനന്തപുരത്തുകാർ പുറത്തിറങ്ങാൻ കഴിയാതെ സാധാരണക്കാരൻ ഇറങ്ങി അവൻ്റെ ഉപജീവനത്തിന് വക തേടാൻ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ 15 വർഷമായിട്ട് ഈ MP എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ MP എന്ന് പറയുന്ന ഈ പുങ്കവനിൽ നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പല ഭാഗത്തു നിന്നും അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും ഉണ്ടായി. അതായത് ഈ കോൺഗ്രസിലെ കുറേ ഈ താങ്ങി നടക്കുന്ന ഉണ്ണാക്കന്മാരാണ് അത്തരത്തിലുള്ള എതിരഭിപ്രായവും എനിക്കിട്ടത്. പക്ഷേ ഞാൻ പറഞ്ഞത് 100% ശരിയാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോഴിതാ പുതിയ വന്നിരിക്കുന്ന ഒരു വാർത്ത, അദ്ദേഹം തിരുവനന്തപുരത്തിന് എയിംസ് കിട്ടും അല്ലെങ്കിൽ എയിംസ് നേടിയെടുക്കാം എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ 15 വർഷവും തിരുവനന്തപുരത്തെ ജനത്തെ അക്ഷരാർത്ഥത്തിൽ പറ്റിക്കുന്ന ഒരു MP ആയിരുന്നു ശശി തരൂർ എന്നുള്ളത് ഇക്കുറി ജനത്തിന് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് വെറും ഒന്ന് കഷ്ടിച്ച് മാത്രം ഒന്ന് ജയിച്ചുകൂടാനായിട്ട് സാധിച്ചത്. അത് ഇനിയും അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ഇല്ല എന്നാണ് മനസ്സിലാക്കിയത്. കാരണം തിരുവനന്തപുരത്തിൻ്റെ പൾസ് ഇപ്പോൾ മനസ്സിലായി. ഇനിയും വന്നു കഴിഞ്ഞാൽ ജനം ആട്ടിപ്പായിക്കും എന്നുള്ളത്. ഇനി വരാനായിട്ട് കാത്തിരിക്കണ്ട, ഇനി ഇങ്ങോട്ടുള്ള പ്രവർത്തനം ഒന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകില്ല എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. എയിംസ് വരുമെന്ന് താൻ പറഞ്ഞുള്ളൂവെന്നും അത് തിരുവനന്തപുരത്ത് വരുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ കഴിയില്ലെന്ന് പിന്നെ എന്തിനാണ് ഡൽഹിയിൽ പോയി ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടും വാങ്ങിച്ച് ചെമ്മാളിച്ച് ഡൽഹി കഴിഞ്ഞത്? താൻ തിരുവനന്തപുരം MP ആയിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചത്. ഇവിടെ വെള്ളക്കെട്ടുണ്ടായ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്നൊരു ഫണ്ട് തിരുവനന്തപുരത്തിന് അനുവദിച്ചു. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. ഒരു BJP MP ആയിരുന്നു തിരുവനന്തപുരത്തെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതി വരുന്നത്. ആ MP തിരുവനന്തപുരത്തിന് വേണ്ടി പൊരുതുമായിരുന്നു. താനാണ് MP എങ്കിൽ തീർച്ചയായും തിരുവനന്തപുരത്തിന് വേണ്ടി പൊരുതുമായിരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്ത് MP ആയിരിക്കുന്ന തരൂർ ഒരു വാഗ്ദാനവും നടപ്പാക്കാത്ത ആളാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ഇത് രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിച്ച് മാത്രം പറയുകയല്ല, തിരുവനന്തപുരത്തെ ജനങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. ഒരു കാര്യവും ഒരു പുണ്ണാക്കും ചെയ്യാതെ ഡൽഹിയിലേക്ക് അങ്ങ് പോവുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്കൊന്ന് വരും, ഇവിടെ വന്നൊരു ഷോ കാണിക്കും. ഒരു ഷോമാൻ മാത്രമാണ്, ഒന്ന് കെട്ടി എഴുന്നള്ളിച്ചിട്ട് പോകും. നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിൽ ഈ എടുപ്പ് കുതിരയില്ലേ, കെട്ടുകാഴ്ചകളെ ഇങ്ങനെ പൊക്കിക്കൊണ്ടു പോകുന്നത് പോലെ കുറേ കോൺഗ്രസ് ഉണ്ണാക്കന്മാരിങ്ങനെ എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്നത് മാത്രം കാണാം. കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ, താൻ അത് തിരുവനന്തപുരത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. കേന്ദ്ര സർക്കാർ എയിംസ് കേരളത്തിന് നൽകാൻ തീരുമാനിക്കുമ്പോൾ അതിനാവശ്യമായ ഭൂമി എവിടെ നൽകണമെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ സർക്കാരാണ്. 2014 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ആരായിരുന്നു? UDF സർക്കാരല്ലായിരുന്നു. എന്തുകൊണ്ട് തരൂരിന് അക്കാര്യത്തിൽ ഇടപെട്ടില്ല? ഇവിടുന്ന് ജയിച്ചു പോയപ്പോൾ തന്നെ എന്താണ് പറഞ്ഞത്? തിരുവനന്തപുരത്തെ അങ്ങ് ബാഴ്സലോണയാക്കുമെന്ന്. ഇത്രയും വാക്കിന് വിലയില്ലാത്ത ഒരു MP കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് എയിംസ് വരാത്തതിനെ ന്യായീകരിച്ച് തരൂർ ഇത്തരത്തിലാണ് വിശദീകരിക്കുന്നത്. കേരളത്തിൽ എയിംസ് കോഴിക്കോട് വരുമെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതോടെയാണ് എയിംസ് സംബന്ധിച്ച വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ BJPയും പ്രധാനമന്ത്രി മോദിയും താനും ചേർന്ന് തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. തീർച്ചയായും മധുരിക്കുന്ന വാഗ്ദാനങ്ങൾ നിരത്തി ഒന്നും നടപ്പാക്കാതെ ദീർഘകാലം ഇവിടെ കുത്തിയിരുന്ന തരൂരിനേക്കാൾ ഏറെ കാര്യങ്ങൾ അടുത്ത 5 വർഷം
താൻ ചെയ്തേനെ എന്നാണ് രാജീവ് പറയുന്നത്. നടപ്പാക്കാൻ സാധിക്കാത്ത കുറേ വാഗ്ദാനങ്ങൾ നൽകി മുന്നോട്ട് പോകുന്ന തരൂരിന് ഇത് നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കും, തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരും തുടങ്ങി എത്രയോ നടപ്പാക്കാത്ത വാഗ്ദാനങ്ങൾ നൽകിയ ആളാണ് ഈ ശശി തരൂര്. ഇനി 15 വർഷം കൊണ്ട് ചെയ്യാത്തതാണ് ഇനി അടുത്ത 5 വർഷം കൊണ്ട്, അതായത് ഇനി മത്സരിക്കുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞിട്ട് പോയ ആള് ഇനി തിരുവനന്തപുരത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. തിരിഞ്ഞു നോക്കിയാലും ജനങ്ങൾ അത്തരത്തിലായിരിക്കും ഇനി പ്രതികരിക്കാനായിട്ട് ഇവിടെ തയ്യാറെടുത്തിരിക്കുന്നത്.